കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഇടവരുത്തിയ കർത്താവിന്റെ മഹാകരുണയ്ക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് ഒരിക്കൽ കൂടെ കടന്നു വരുവാൻ ദൈവം ഇടവരുത്തിയ ദൈവത്തിന്റെ മഹാകരുണയ്ക്കാണ് സ്തോത്രം ചെയ്യുന്നു. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഇന്ന് പ്രഭാതത്തിൽ തിരിക്കുകയാണ്. സ്തോത്രം. യാക്കോബ് ലേഖനം 3-ാം അധ്യായം അതിന്റെ 2-ാമത് വാക്യം. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകും. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാനിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷൻ ആകും. യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മൾ പലതിലും തെറ്റിപ്പോകുന്നു. അതിന്റെ അർത്ഥം ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് അല്ലേ. അഡ്വാൻസ് ഒരു ജാമ്യം എടുത്ത് പറയുകയാണ്. നമ്മൾ പലതിലും എന്ത് ചെയ്യാം? തെറ്റാം. എന്നാൽ തെറ്റാതിരിക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ തെറ്റിപ്പോകരുതെന്ന് പറഞ്ഞ വിഷയം. എന്താണ് തെറ്റരുതെന്ന് പറഞ്ഞത്? പലതിലും തെറ്റിപ്പോകാം. പല തലങ്ങളിൽ നമ്മൾ തെറ്റുന്നവരാണ് അല്ലേ. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വാചകമാണ് വാക്ക്, പ്രവൃത്തി, ചിന്ത. ഇതിൽ 3-ൽ എപ്പോഴും നമ്മൾ തെറ്റുന്നവരാണ്. പക്ഷെ ഈ 3-ലും തെറ്റരുത് എന്ന് പറഞ്ഞൊരു വാക്ക്, ഒരു വിഷയമാണ് വാക്കിൽ തെറ്റാൻ പാടില്ല. അതാണ് ഇവിടെ നമ്മൾ വായിച്ചത്. എന്താ? പലതിലും തെറ്റിപ്പോകുന്ന, എന്നാൽ ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാനിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷൻ ആകുന്നു. സ്തോത്രം. എന്താ അതിന്റെ അർത്ഥം? അപ്പൊ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വാക്കിൽ എന്ത് ചെയ്യരുത്? തെറ്റരുത്. തെറ്റാതിരുന്നാൽ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാനിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാണ്. അപ്പം നമ്മൾ സൽഗുണപൂർത്തിയായിട്ട് ഉള്ളവനായിട്ട് മാറുന്നെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. യേശുവിന്റെ അടുക്കൽ ഇത്രയും പുരുഷാരം എന്തുകൊണ്ട് അനുഗമിച്ചു എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമാണ്. കർത്താവിന്റെ വാക്കൻ എങ്ങനെയുള്ളതായിരുന്നു? ലാവണ്യ വാക്കുകളായിരുന്നു. സ്തോത്രം. ആശ്വാസത്തിന്റെ, വിടുതലിന്റെ, സൗഖ്യത്തിന്റെ, അനുഗ്രഹത്തിന്റെ വാചകങ്ങൾ യേശുവിന്റെ നാവിൽ നിന്ന് വെളിപ്പെടുവാൻ തക്കവണ്ണം വിടുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ വാക്കുകൾ പണിയപ്പെടുന്നതാണോ? നമ്മുടെ വാക്കുകൾ തകർക്കുന്നതാണോ? സ്തോത്രം. നമ്മുടെ വാക്കുകൾ സ്തോത്ര ശാപം പറയുന്നതാണ്. പലപ്പോഴും പലരും ശാപം പറയുന്ന ആൾക്കാരുണ്ട് അല്ലേ. അത് സ്തോത്രം, ഞാൻ ശപിക്കുന്നു, ഇല്ലെങ്കിൽ ഞാൻ ശപിച്ചാൽ നീ ഒരിക്കലും നന്നാകത്തില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരെ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടവരുന്നുണ്ട്. എന്തിനാ ദൈവം നമ്മൾ വിളിച്ചത്? ഒരു സഹോദരൻ പറയുന്നു, അത് സ്തോത്രം, നിങ്ങൾ കർത്താവിനെ വിളിച്ചത് പൊളിക്കുവാനല്ല പണിയുവാനാണ് എന്നാണ് പൗലോസ് പറഞ്ഞത്. സ്തോത്രം. അപ്പൊ നമ്മളെ ദൈവം എന്തിനാണ് വിളിച്ചത്? പൊളിക്കുവാനല്ല, പണിയുവാൻ വേണ്ടി വിളിച്ചത്. കുടുംബത്തെ പണിയുവാൻ, വ്യക്തികളെ പണിയുവാൻ, സഭയെ പണിയുവാൻ, അത് സ്തോത്രം, ആത്മീക മേഖലകളെ പണിയുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. പലപ്പോഴും നമ്മുടെ വാക്കുകൾ തകർക്കുന്നതല്ലേ. അതുകൊണ്ടല്ലേ 5-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് എന്തുവാ? അതിന്റെ 9-ാമത് വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. അവരുടെ വായിലൊട്ടും നേരില്ല, അവരുടെ അന്തരംഗം നാശപൂർവം തന്നെ, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അപ്പൊ അവരുടെ തൊണ്ടയെ കുറിച്ച് പറയുന്നതാണ് എന്തുവാ? ജാതികളുടെ തൊണ്ട, അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കാത്ത, ദൈവകൃപയില്ലാത്തവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി എന്ന് പറയുന്നത്. ശവക്കുഴിക്ക് തുല്യമുള്ള തൊണ്ടകളുള്ള ആൾക്കാരുണ്ടെന്നാണ് ആ വാക്കിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ടത്. സ്തോത്രം. അതുപോലെ തന്നെ നമ്മൾ തിരുവചനത്തിലൂടെ കടന്നു വരുന്ന സമയത്ത് നമ്മുടെ വാക്കുകൾ എങ്ങനെയുള്ളതായിരിക്കണം? സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചേ. അത് സ്തോത്രം, അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ. പക മറച്ചു വയ്ക്കുന്നവൻ പുളിവായൻ, ഏഷണി പറയുന്നവൻ പോഷൻ. വാക്ക് പെരുകിയാൽ ലംഘനം ഇല്ലാതിരിക്കരുത്. വാക്ക് പെരുകുന്നിടത്ത് എന്ത് വരും? ലംഘനം വരും എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. സ്തോത്രം. അടുത്ത്, അതരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ. എന്താ അതിന്റെ അർത്ഥം? മിണ്ടാതിരിക്കുന്നവനാണ് ബുദ്ധിമാൻ. നമ്മൾ പലപ്പോഴും എന്തുകൊണ്ട് ഇവൻ മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. വേദപുസ്തകം നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, അതരങ്ങളെ അടക്കുന്നവൻ ബുദ്ധിമാനാണ്. അതുകൊണ്ട് നമ്മളൊരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, എന്തുവാ? മൗനം വിദ്വാന് ഭൂഷണം. കറക്റ്റ് അല്ലേ? അപ്പം മൗനം എന്ന് പറയുന്നത് അത് വിദ്വാന്റെ അലങ്കാരമാണ് എന്നതുപോലെ തിരുവചനം പറയുന്നത് അതരങ്ങളെ അടക്കുന്നവൻ അത് സ്തോത്രം ബുദ്ധിമാനാണ് എന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. സ്തോത്രം. അതുപോലെ താഴെ നിങ്ങൾ ശ്രദ്ധിച്ച, നീതിമാന്റെ നാവ് മേൽത്തരമായ വെള്ളി, ദുഷ്ടന്മാരുടെ ഹൃദയമോ നിസ്സാരം. നീതിമാന്റെ അതരങ്ങൾ പലരെയും പോഷിപ്പിക്കുക. അപ്പൊ നീതിമാനാണ് നിന്റെ അതരം, നീതിമാന്റെ അതരമാണെങ്കിൽ അത് പലർക്കും അനുഗ്രഹമായി മാറുമെന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. സ്തോത്രം. അതുപോലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നേ.
അവിടെ ഇങ്ങനെ പറയും, തളർന്നിരിക്കുന്നവന് വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ അവിടെ പറയുന്ന വാക്ക് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. നമ്മൾ എന്തിനാ ദൈവം വിളിച്ചത്? വാക്കുകൊണ്ട് താങ്ങുവാൻ. സ്തോത്രം. എങ്ങനെയുള്ളവന്? തളർന്നിരിക്കുന്നവന് വാക്കുകൊണ്ട് താങ്ങുവാൻ എനിക്ക് കർത്താവ് എന്ത് നൽകിയിരിക്കുന്നു? ശിഷ്യന്മാരുടെ നാവിനെ തന്നിരിക്കുന്നു. ഇതാണ് ദൈവം നമുക്ക് തന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പ്രിയപ്പെട്ടവരെ, ദൈവമക്കളെ, ദൈവദാസന്മാരെ നമ്മൾ വിളിച്ചത് പലരെയും ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്, പലരെയും വാക്കുകൊണ്ട് ധൈര്യപ്പെടുത്താൻ വേണ്ടിയാണ്, തളർത്താൻ വേണ്ടിയല്ല, എരുതിയിൽ എണ്ണയൊഴിക്കാൻ വേണ്ടിയല്ല. അവർ വിഷയങ്ങളുടെ അകത്തിരിക്കുമ്പോൾ അവരെ ധൈര്യപ്പെടുത്തുക, അവരെ ബലപ്പെടുത്തുക, അവരെ ശക്തീകരിക്കുക. നീ വാക്ക് പറയുമ്പോൾ അവർ ബലപ്പെട്ട് വരുവാൻ തക്കവണ്ണം വിടുവൻ. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തുൽക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകടിയിൽ മറച്ചാട്ട് കർത്താവിന്റെ കൃപയാൽ നിറയ്ക്കണം. നല്ല വാക്കുകൾ പറയുവാൻ, തളർന്നിരിക്കുന്നവരെ ബലപ്പെടുത്തുവാൻ അവിടെ ഞങ്ങൾ കൃപ നൽകിയാൽ മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.